ഹായ് ഫ്രണ്ട്സ്, ജിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് NCF 2005 KCF 2007 NCF 2005 NCFിൻ്റെ ഫുൾ ഫോം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കാം. ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 is the fourth national curriculum framework published in 2005 by the National Council of Educational Research and Training in India. ഇന്ത്യയിൽ ഈ NCF 2005 എന്ന് പറയുന്നത് നാലാമത്തെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. അത് പബ്ലിഷ് ചെയ്തത് നമുക്കറിയാം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. 2005 ഫോർത്ത് NCF ആയിട്ടാണ് ഈ NCERT ഈ NCF 2005 പബ്ലിഷ് ചെയ്തത്. ദ NCF 2005 serves as a guideline for syllabus, textbooks and teaching practices for the schools in India. ഇന്ത്യയിലെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിനും ടീച്ചിങ് പ്രാക്ടീസസിനും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആയിട്ടാണ് ഈ NCF 2005 പ്രവർത്തിക്കുന്നത്. ഇനി ഈ NCFിൻ്റെ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഷിഫ്റ്റ് ലേണിംഗ് ഫ്രം റോഡ് മെത്തേഡിലേക്ക് ലേണിംഗ് ഷിഫ്റ്റ് ചെയ്യുക. കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിലുള്ള നോളജ് അല്ലാതെ ഔട്ട്സൈഡിലെ നോളജുമായിട്ട് കണക്ട് ചെയ്യുക. ടു ഇൻ്റഗ്രേറ്റ് എക്സാമിനേഷൻ ഇൻ ടു ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ഫ്ലെക്സിബിൾ, ക്ലാസ് റൂം ലേണിംഗുമായിട്ട് എക്സാമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കുക. ടു എൻറിച്ച് ദ കരിക്കുലം സോ ദാറ്റ് ഇറ്റ് ഗോസ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്, പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്ന രീതിയിലാക്കാതെ ആ പാഠപുസ്തകത്തിന് പുറത്തേക്കും കൊണ്ടുപോയി നമ്മുടെ കരിക്കുലം എൻറിച്ച് ആക്കുക. NCF മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിലൊക്കെയാണെന്ന് നോക്കാം. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ടു മേക്ക് ലേണിംഗ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ്, പഠനം നല്ലൊരു അനുഭവമാക്കി മാറ്റുക അല്ലേ. ഭാരമില്ലാതെ പഠിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു നല്ലൊരു അനുഭവമാക്കി മാറ്റാൻ കഴിയൂ. മൂവ് എവേ ഫ്രം ടെക്സ്റ്റ് ബുക്സ് ടു ബി എ ബേസിസ് ഫോർ എക്സാമിനേഷൻ ആൻഡ് ടു റിമൂവ് സ്ട്രെസ് ഫ്രം ചിൽഡ്രൻ, പാഠപുസ്തകത്തിൽ നിന്നും മാറി പരീക്ഷകളിൽ കുട്ടികൾക്കുണ്ടാവുന്ന സമ്മർദ്ദം ഒഴിവാക്കുക. ഇറ്റ് റെക്കമെൻഡഡ് മേജർ ചേഞ്ചസ് ഇൻ ദ ഡിസൈൻ ഓഫ് സിലബസ് ഡിസൈൻ ചെയ്യുന്നതിലും കൂടുതൽ ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് റിലയൻസും ഡിഗ്നിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ NCF മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പ് എ സെൻസ് ഓഫ് നോൺ വയലൻസ് ആൻഡ് വൺനെസ് അക്രോസ് ദ സൊസൈറ്റി, സമൂഹത്തിലുടനീളം അഹിംസയും ഐക്യവും വളർത്താൻ വേണ്ടിയിട്ട് ഈ NCF ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ടു ഡെവലപ്പ് എ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ആൻഡ് ടു പ്രൊമോട്ട് യൂണിവേഴ്സൽ എൻറോൾമെൻറ്റ് ആൻഡ് റീടെൻഷൻ അപ് ടു ദ ഏജ് ഓഫ് 14, 14 വയസ്സ് വരെ ഈ യൂണിവേഴ്സൽ എൻറോൾമെൻറ്റ് നിലനിർത്തുന്നതിനും ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നതിലും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. JP നായക് ഹാസ് ഡിസ്ക്രൈബ്ഡ് ഇക്വാളിറ്റി, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആസ് ദ ഇല്യൂസീവ് ട്രയാങ്കിൾ ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഒരു ഇല്യൂസീവ് ട്രയാങ്കിളായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇക്വാളിറ്റി, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ആര് ഡിസ്ക്രൈബ് ചെയ്തു? JP നായക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് ആസ് എന്യൂമറേറ്റഡ് ബൈ NCF. ഇനി NCF എന്യൂമറേറ്റ് ചെയ്ത ടീച്ചിങ് മാത്തമാറ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്പിംഗ് ചിൽഡ്രൻസ് അബിലിറ്റി ഫോർ മാത്തമാറ്റിക്സ് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ. മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ്റെ മെയിൻ ഗോളായിട്ട് എന്താ പറയുന്നത്? ചിൽഡ്രൻ്റെ അബിലിറ്റി ഡെവലപ്പ് ചെയ്യുക, മാത്തമാറ്റിക്സിലുള്ള കുട്ടികളുടെ അബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ദ നേറോ എയിം ഓഫ് സ്കൂൾ മാത്തമാറ്റിക്സ് ഈസ് ടു ഡെവലപ്പ് യൂസ്ഫുൾ കാപ്പബിലിറ്റീസ്, particularly those relating to numbers, number operations, measurement, decimal and percentage. സ്കൂൾ മാത്തമാറ്റിക്സിൻ്റെ നേറോ എയിം എന്ന് പറയുന്നത് ഉപയോഗപ്രദമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. പ്രത്യേകിച്ച് ഏതിലൊക്കെ? നമ്പേഴ്സിലും നമ്പർ ഓപ്പറേഷൻസിലും ഡെസിമൽ, പെർസെൻറ്റേജ്, മെഷർമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ഉപയോഗപ്രദമായ കുട്ടികളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക. ദ ഹയർ എയിം ഈസ് ടു ഡെവലപ്പ് ദ ചൈൽഡ് റിസോഴ്സസ് ടു തിങ്ക് ആൻഡ് റീസൺ മാത്തമാറ്റിക്കലി, ഗണിതശാസ്ത്രപരമായി കുട്ടികളുടെ ചിന്തിക്കാനും ന്യായീകരിക്കാനുമുള്ള കഴിവ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ ഹയർ എയിം. ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ഹൗ എ ചൈൽഡ് ഡു തിങ്ക് ആൻഡ് ഹൗ ടു സോൾവ് പ്രോബ്ലംസ്. ഇവിടെ കുട്ടികളിൽ എന്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്? കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു. ചിൽഡ്രൻ ലേൺ ടു എൻജോയ് മാത്തമാറ്റിക്സ് റാദർ ദാൻ ഫിയർ ഇറ്റ്. പേടി കൂടാതെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മാത്തമാറ്റിക്സ് എൻജോയ് ചെയ്ത് ലേൺ ചെയ്യുന്നു.
ചിൽഡ്രൻ ലേൺ ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ലേൺ ചെയ്യുന്നു. ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് മാത്തമാറ്റിക്സ്, അരിത്തമാറ്റിക്സ്, ആൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് സ്ട്രക്ചറായ അരിത്മെറ്റിക്, ആൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി തുടങ്ങിയവയുടെയെല്ലാം ഒരു ബേസിക്കായ കാര്യം കുട്ടികൾ മനസ്സിലാക്കുന്നു. ടീച്ചർ എൻഗേജ് എവറി ചൈൽഡ് ഇൻ ക്ലാസ് വിത്ത് ദ conviction that everyone can learn mathematics. എല്ലാ കുട്ടികൾക്കും ഗണിതം പഠിക്കാമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഓരോ കുട്ടികളെയും ടീച്ചർ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നത്. ഇനി നമുക്ക് KCF 2007 എന്താണെന്ന് നോക്കാം. KCF 2007. KCFിൻ്റെ ഫുൾ ഫോം കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. In 2005, with the formation of the National Curriculum Outline Trend in 2007, prepared by the Kerala Curriculum Framework 2007 is known. 2005 NCFിൻ്റെ ചുവട് പിടിച്ച് 2007 വന്നതാണ് ഈ കേരള കരിക്കുലം. 2007 കേരള കരിക്കുലമാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ എസ് എ natural continuation of the educational reforms initiated during 1996-97. It covers many things that have been going on since then. 1996-97 ടൈമിൽ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് ഈ KCF 2007 കാണാം. അന്ന് മുതൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഈ KCF 2007 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Concepts such as concept presentation, integrated approach, development of multi-factored intelligence and construction of knowledge came as part of this. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടി-ഫാക്ടേഡ് ഇൻ്റലിജൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, കോൺസെപ്റ്റ് പ്രസൻറ്റേഷൻ തുടങ്ങിയ കോൺസെപ്റ്റ്സ് എല്ലാം ഇതിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The structure of general education in Kerala spreads from pre-primary to higher secondary. The various stages such as preschool, primary, secondary and higher secondary functions as separate entities today. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് പ്രീ-പ്രൈമറി തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള സ്റ്റേജുകളിലാണ് അറിയപ്പെടുന്നത്. ദ വേരിയസ് സ്റ്റേജസ് സച്ച് എസ് പ്രീ സ്കൂൾ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി ഫങ്ഷൻസ് ആസ് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് ടുഡേ. ഇന്നത്തെ കാലത്ത് പ്രീ സ്കൂൾ, പ്രൈമറി സ്കൂൾ, സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ് വ്യത്യസ്തമായിട്ട് ഒന്നാതെ വേറെ ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്നത്. ഇനി ഈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഓരോ എഡ്യൂക്കേഷൻ്റെയും നോക്കുന്നുണ്ട്. അതിലാദ്യം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ബൈ നേച്ചർ ചിൽഡ്രൻ ആർ ആക്റ്റീവ് ആൻഡ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ലേണിംഗ്. ഇവിടെ കുട്ടികൾ എങ്ങനെയാണ്? ആക്റ്റീവും പഠനത്തോട് കൂടുതൽ താല്പര്യമുള്ളവരുമാണ്. നേച്ചുറൽ ആൻഡ് എഫക്റ്റീവ് ലേണിംഗ് ടേക്സ് പ്ലേസ് വൈൽ ദേ പ്ലേ. കുട്ടികൾ കളിക്കുമ്പോൾ അവരിൽ നാച്ചുറലും എഫക്റ്റീവുമായ ഒരു ലേണിംഗ് ആണ് നടക്കുന്നത്. കൺട്രോൾ ഇമ്പോസ്ഡ് ബൈ എൽഡേഴ്സ് കാട്ടയിൽ ദ നേച്ചർ ടെൻഡൻസി ടു ലേൺ. മുതിർന്നവർ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കുന്നുണ്ട്. Both at school and at home, the child need to get exposed to cultural experiences. സ്കൂളുകളിലും വീടിലും എന്താണ് കുട്ടി തൻ്റെ അനുഭവങ്ങൾ എക്സ്പോസ് ചെയ്ത് കാട്ടേണ്ടതാണ്. പ്രീ സ്കൂൾ ആർ ടു ബി ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ചിൽഡ്രൻ. പ്രീ സ്കൂൾ ഏതിൻ്റെ ബേസിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? കുട്ടിയുടെ നീഡും ഇൻട്രസ്റ്റിൻ്റെയും ബേസിലാണ് പ്രീ സ്കൂൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സിലാണ് പോകുന്നത്. ദ ചൈൽഡ് ഹു ഗ്രോസ് ബൈ ഇൻറ്ററാക്ടിംഗ് വിത്ത് ഹിസ് ഓർ ഹെർ സറൗണ്ടിങ്സ് ഷുഡ് ഗെറ്റ് ആംപിൾ ഓപ്പർച്യൂണിറ്റി, എംപവർ ഹിം ഓർ ഹെർ സെൽഫ്, എൻഷുറിംഗ് പീരീഡ് ഓഫ് ലേണിംഗ്. ചുറ്റുപാടുകളുമായി ഇടപഴകി വളരുന്ന കുട്ടിക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കണം. അത് കുട്ടിയുടെ പഠന കാലയളവിനെ ശക്തിപ്പെടുത്തും. എഫക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഫോർ സ്ട്രെങ്തനിങ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അപ്പോൾ പഠന പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ ആവശ്യമാണ്. The range of knowledge that the child acquires should go beyond the boundaries of textbook. കുട്ടി നേടുന്ന അറിവ് പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ അതിന് പുറത്തേക്കും പോകണം. അതായത് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കരുത്
കുട്ടി നേടുന്ന അറിവ്. ഇനി സെക്കൻഡറി ലെവൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവയർനെസ് അബൌട്ട് ദ ഫിസിക്കൽ ചേഞ്ചസ് ദേ അണ്ടർഗോ. ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുക. ഇൻക്ലിനേഷൻ ഫോർ ഹയർ ഇമാജിനേഷൻ, അതായത് കുട്ടികളിൽ ഉയർന്ന ഭാവനകൾ ഉണ്ടാക്കിയെടുക്കുക. റെഡിനെസ് ടു എൻഗേജ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ ലീഡർഷിപ്പ്, ലീഡർഷിപ്പിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത കുട്ടികളിൽ വളർത്തിയെടുക്കുക. ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഗ്രൂപ്പ് ലേണിങ്ങിലേക്കുള്ള കുട്ടികളുടെ പ്രവർത്തനം കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഗ്രൂപ്പ് ലേണിങ്ങിലേക്ക് കുട്ടികളെ കൂടുതൽ കൊണ്ടുവരിക. കമ്മിറ്റ്മെന്റ് ടു പ്രിൻസിപ്പിൾസിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ടെൻഡൻസി ടു എസ്റ്റാബ്ലിഷ് വൺസ് ഇൻഡിവിജ്വാലിറ്റി, ഒരാളുടെ വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള പ്രവണത കുട്ടികളിൽ വളർത്തിയെടുക്കുക. വില്ലിംഗ്നെസ് ടു എൻഗേജിങ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് കുട്ടികളിൽ ഉണ്ടാക്കുക. ഇത്രയുമാണ് സെക്കൻഡറി ലെവൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എസ് എന്യൂമറേറ്റഡ് ബൈ KCF എന്യൂമറേറ്റ് ചെയ്ത ടീച്ചിങ് മാത്തമാറ്റിക്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The basic characteristics mathematics is to analyze and interpret the world on the basis of mathematics. ഗണിതത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ വ്യാഖ്യാനം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, മാത്തമാറ്റിക്സ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് പ്രസൻസ് ഫാക്ട്സ് ത്രൂ ഫിഗേഴ്സ്. കണക്കുകളിലൂടെ വസ്തുതകൾ അവതരിപ്പിക്കുന്ന ഒരു ഭാഷയാണ് ഗണിതം. ഇറ്റ് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡെവലപ്പ് ലോജിക്കൽ റീസണിങ്. കുട്ടികളിൽ ലോജിക്കൽ റീസണിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ഷുഡ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദർ ഷുഡ് ബി ചാൻസസ് ടു ജനറേറ്റ് മെനി കൺക്ലൂഷൻസ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. തുറന്ന സംവാദങ്ങളായിരിക്കണം അല്ലേ, കുട്ടികളും ടീച്ചറും തമ്മിൽ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷമായോ പരോക്ഷമായോ നിരവധി നിഗമനങ്ങളിൽ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് ഷുഡ് പ്രൊമോട്ട് ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് ചിൽഡ്രൻ. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി മൂവ് എവേ ഫ്രം ദ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എ സിംഗിൾ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൈവേർജൻറ്റ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഇൻ വിച്ച് ചിൽഡ്രൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് എമംഗ് ദംസെൽവ്സ്. കുട്ടികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമായ ഭാഷയാണ് ഗണിതം. ചിൽഡ്രൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാത്തമാറ്റിക്സ് ത്രൂ ഫിഗേഴ്സ്, ടേബിൾ ആൻഡ് ഗ്രാഫ്സ്. കുട്ടികൾ മാത്തമാറ്റിക്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഫിഗേഴ്സിലൂടെയും ടേബിളിലൂടെയും ഗ്രാഫ് വഴിയുമാണ് കുട്ടികൾ മാത്തമാറ്റിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിൽഡ്രൻ കം ടു കൺക്ലൂഷൻ ബൈ റിയലൈസിങ് ദ കോസ് ആൻഡ് എഫക്ട്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രശ്നത്തിന്റെ കാരണവും ഫലങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുട്ടികൾ എന്തിലെത്തുന്നത്? കുട്ടികൾ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. Children do not learn definition or a formula by heart in order to reach certain general ideas. അതായത് കുട്ടികൾ ഒരു ഫോർമുലയും ഡെഫിനിഷൻസും ബൈ ഹാർട്ട് ചെയ്യുന്നില്ല അല്ലേ, ചില പൊതുവായ ആശയങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അത്. Study of the subject should help the learners raise sensible issue, the solution for which should be arrived at. വിഷയത്തിൻ്റെ പഠനം പഠിതാക്കളെ വിവേകപൂർണമായ പ്രശ്നങ്ങൾ ഉയർത്താൻ സഹായിക്കും. അതിനുള്ള പരിഹാരങ്ങളിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇത്രയുമാണ് KCFനെ കുറിച്ചും NCFനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്